നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തളർച്ച നേരിട്ടിരുന്ന മണപ്പുറം ഫിനാൻസ് ഓഹരികൾ ഒറ്റയടിക്ക് ലൈം ലൈറ്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏകദേശം 8% ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരി വില ഇന്ന് വ്യാപാരത്തിന്റെ ഒരു ഘട്ടത്തിൽ 7% വരെയാണ് കുതിച്ചുയർന്നത്. ആഗോള നിക്ഷേപ ഭീമനായ ബെയിൻ ക്യാപിറ്റലുമായുള്ള 4385 കോടി രൂപയുടെ മെഗാ ഡീൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന വാർത്തയാണ് നിക്ഷേപകർക്കിടയിൽ ഈ വലിയ ആവേശം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓഹരി വിപണിയിലെ ഈ അപ്രതീക്ഷിത കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണങ്ങളും ബെയിൻ ക്യാപിറ്റലിന്റെ പുതിയ ഓപ്പൺ ഓഫർ വിശേഷങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ബെയിൻ ക്യാപിറ്റൽ കമ്പനിയുടെ 26% ഓഹരികൾ വാങ്ങാനായി നടത്തുന്ന ഓപ്പൺ ഓഫർ ഏപ്രിൽ 6 മുതൽ 20 വരെ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ ഇന്ന് മണപ്പുറം ഫിനാൻസിന്റെ ഓഹരി 7% കുതിപ്പാണ് നടത്തിയത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള 24.42 കോടി ഓഹരികൾ വരെ ഒന്നിന് 236 രൂപ നിരക്കിൽ വാങ്ങാനാണ് ബെയിൻ ക്യാപിറ്റൽ നോക്കുന്നത്. മണപ്പുറം ഫിനാൻസിന്റെ കീഴിലുള്ള ആശീർവാദ് മൈക്രോ ഫിനാൻസ്, മണപ്പുറം ഹോം ഫിനാൻസ് എന്നീ കമ്പനികളുടെ നിയന്ത്രണത്തിലും മാനേജ്മെന്റിലും ബെയിൻ ക്യാപിറ്റലിന് പങ്കാളിത്തം നൽകാൻ RBI അനുമതി നൽകിയ കാര്യം ഈ മാസം ആദ്യം കമ്പനി അറിയിച്ചിരുന്നു. 4385 കോടി രൂപയുടെ ഈ വലിയ ഇടപാടിന് വേണ്ടിയുള്ള അവസാനവട്ട അനുമതികളായിരുന്നു ഇവ. കഴിഞ്ഞ മാസമാണ് മണപ്പുറത്തിന്റെ 41.66% വരെ ഓഹരികൾ കൈവശം വെക്കാനും കമ്പനിയുടെ സംയുക്ത നിയന്ത്രണം ഏറ്റെടുക്കാനും ബെയിൻ ക്യാപിറ്റലിന് RBI അനുമതി നൽകിയത്. ബെയിനിന്റെ അഫിലിയേറ്റുകളായ BC ഏഷ്യ ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ് എന്നിവ വഴിയാണ് ഈ ഏറ്റെടുക്കൽ നടക്കുന്നത്. ഈ ഇടപാടുകളും ഓപ്പൺ ഓഫറും എല്ലാം കഴിഞ്ഞാൽ ബെയിൻ ക്യാപിറ്റൽ മണപ്പുറത്തിന്റെ ഒരു പ്രധാന പ്രൊമോട്ടറായി മാറും. നിലവിലുള്ള പ്രൊമോട്ടർമാർക്കൊപ്പം ചേർന്ന് അവർ കമ്പനിയെ നിയന്ത്രിക്കും. കരാർ പ്രകാരം മണപ്പുറത്തിന്റെയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെയും ബോർഡുകൾ പുനഃസംഘടിപ്പിക്കുകയും ചെയ്യും. ഇതിൽ ബെയിൻ ക്യാപിറ്റൽ നിർദ്ദേശിക്കുന്ന ഡയറക്ടർമാരും ഉണ്ടാകും. ഡിസംബർ പാദത്തിലെ കണക്കുകൾ നോക്കിയാൽ മണപ്പുറം ചെയർമാൻ VP നന്ദകുമാറും കുടുംബവും പ്രൊമോട്ടർമാരെന്ന നിലയിൽ 35.25% ഓഹരികളാണ് കൈവശം വെച്ചിരിക്കുന്നത്. ഈ ഇടപാടുകൾ പൂർത്തിയാകുമ്പോൾ അത് 28.9% കുറയും. ഇന്ന് വ്യാപാരത്തിനിടയിൽ കമ്പനിയുടെ ഓഹരി വില 7% ഉയർന്ന് 269 രൂപ വരെയാണ് എത്തിയത്. എന്നാൽ പിന്നീട് ഇതിൽ ചെറിയൊരു കുറവുണ്ടായി. ഉച്ചയ്ക്ക് 1:15 ആയപ്പോഴേക്കും ഓഹരികൾ 4% നേട്ടത്തിൽ 262 എന്നുള്ള നിലവാരത്തിലാണ് എത്തിയത്. തുടർന്ന് അങ്ങോട്ട് ആ ഒരു നിലവാരം കീപ്പ് ചെയ്യുകയായിരുന്നു. മണപ്പുറം ഫിനാൻസിന്റെ ഓഹരി ഉടമകൾക്ക് ഈ പുതിയ ഇടപാടിലൂടെ നിരവധി ഗുണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രധാനമായും ബെയിൻ ക്യാപിറ്റൽ ഓഹരികൾ വാങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്ന 236 രൂപ എന്ന നിരക്ക് വിപണിയിൽ പെട്ടെന്നൊരു ഇടിവുണ്ടായാൽ നിക്ഷേപകർക്ക് തങ്ങളുടെ ഓഹരികൾ ഉറപ്പായ ഒരു വിലയ്ക്ക് വിൽക്കാനുള്ള സുരക്ഷാ കവചമായി പ്രവർത്തിക്കും. ഈ വാർത്ത വന്നതോടെ തന്നെ ഓഹരി വിലയിൽ 7% വർധനവുണ്ടായത് കമ്പനിയുടെ ഭാവിയിലുള്ള നിക്ഷേപകരുടെ വിശ്വാസം വർദ്ധിച്ചതിന്റെ സൂചനയാണ്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ ലാഭത്തിന് വഴിയൊരുക്കും. മാത്രമല്ല, ബെയിൻ ക്യാപിറ്റലിനെ പോലൊരു ആഗോള നിക്ഷേപ ഭീമൻ ജോയിന്റ് പ്രൊമോട്ടറായി വരുന്നത് കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് മെച്ചപ്പെടുത്തുകയും കൂടുതൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുകയും ചെയ്യും. ഏകദേശം 4385 കോടി രൂപ എത്തുന്നതോടെ മണപ്പുറത്തിന്റെ മൈക്രോ ഫിനാൻസ്, ഹോം ഫിനാൻസ് തുടങ്ങിയ മേഖലകൾ കൂടുതൽ വിപുലീകരിക്കപ്പെടും. കമ്പനിയുടെ ഈ വളർച്ച സ്വാഭാവികമായും ഓഹരി ഉടമകൾക്ക് ഉയർന്ന ഡിവിഡൻഡ് രൂപത്തിലും ഓഹരി മൂല്യത്തിലുള്ള വർധനവായും വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. ഓപ്പൺ ഓഫറിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ടോ? ഇത് തീരുമാനിക്കാൻ സഹായിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വില തന്നെയാണ്. ബെയിൻ ക്യാപിറ്റൽ ഓപ്പൺ ഓഫറിലൂടെ ഓഹരികൾ വാങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്നത് 236 രൂപയ്ക്കാണ്. എന്നാൽ നിലവിൽ മാർക്കറ്റിൽ മണപ്പുറം ഓഹരികൾ 260 മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. നിങ്ങൾ ഓപ്പൺ ഓഫറിൽ ഓഹരികൾ നൽകിയാൽ നിങ്ങൾക്ക് ഒരു ഓഹരിക്ക് 236 രൂപ മാത്രമാണ് ലഭിക്കുക. എന്നാൽ സാധാരണ മാർക്കറ്റിൽ വിറ്റാൽ ഇത് 260 രൂപയോ അതിൽ കൂടുതലോ ലഭിക്കും. അതിനാൽ നിലവിലെ മാർക്കറ്റ് വില ഓഫർ വിലയേക്കാൾ കൂടുതലായതിനാൽ ഇപ്പോൾ ഓപ്പൺ ഓഫറിൽ പങ്കെടുക്കുന്നത് സാമ്പത്തികപരമായി ലാഭകരമല്ല. ഏപ്രിൽ 6 മുതൽ 20 വരെയുള്ള കാലയളവിൽ വിപണിയിൽ വലിയൊരു ഇടിവുണ്ടാവുകയും മണപ്പുറം ഓഹരി വില 236 രൂപയ്ക്ക് താഴെ പോവുകയും ചെയ്താൽ ഓപ്പൺ ഓഫറിൽ പങ്കെടുക്കുന്നത് പരിഗണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം ഓപ്പൺ ഓഫറിലൂടെ ഉറപ്പാക്കാം. ഇനി നിങ്ങൾ ലോങ് ടേമിലേക്ക് ഓഹരികൾ കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഓപ്പൺ ഓഫറിൽ പങ്കെടുക്കാതെ ഓഹരികൾ തുടർന്നും കൈവശം വെക്കുന്നതാണ് ഉചിതം. കാരണം ബെയിൻ ക്യാപിറ്റലിനെ പോലൊരു വലിയ കമ്പനി വരുന്നത് മണപ്പുറത്തിന്റെ ഭാവി വളർച്ചയ്ക്ക് ഗുണകരമാകും. പ്രമുഖ അനലിസ്റ്റുകൾ, ഉദാഹരണത്തിന് ജെഫറീസ്, മോർഗൻ സ്റ്റാൻലി ഒക്കെ ഓഹരിക്ക് 285 മുതൽ 315 രൂപ വരെ ടാർഗറ്റ് വില നൽകിയിട്ടുണ്ട്. മണപ്പുറം ഫിനാൻസിന്റെ ഓപ്പൺ ഓഫറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ നിക്ഷേപകർ ചില പ്രധാന ഘട്ടങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്പനി നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റ് പ്രകാരം നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഓഹരികൾ ഉണ്ടെങ്കിൽ ഏപ്രിൽ 6 മുതൽ 20 വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. ഇതിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന സെറോദ, ഗ്രോ അല്ലെങ്കിൽ ഏഞ്ചൽ വൺ പോലുള്ള ട്രേഡിംഗ് ആപ്പുകളിലെ കോർപ്പറേറ്റ് ആക്ഷൻ സെക്ഷനിൽ പോയി ഓപ്പൺ ഓഫർ എന്ന് തിരഞ്ഞെടുത്ത് നൽകാൻ ആഗ്രഹിക്കുന്ന ഓഹരികളുടെ എണ്ണം രേഖപ്പെടുത്താവുന്നതാണ്.
ഇങ്ങനെ നിങ്ങൾ ടെൻഡർ ചെയ്യുന്ന ഓഹരികൾ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യപ്പെടുകയും ഓഫർ കാലാവധിക്ക് ശേഷം ബെയിൻ ക്യാപിറ്റൽ അവ സ്വീകരിക്കുകയാണെങ്കിൽ നിശ്ചയിച്ചിട്ടുള്ള 236 രൂപ വീതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുകയും ചെയ്യും. എങ്കിലും ഈ പ്രക്രിയയിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ബെയിൻ ക്യാപിറ്റൽ ആകെ 26% ഓഹരികൾ മാത്രമാണ് വാങ്ങുന്നത്. അതിനാൽ തന്നെ അപേക്ഷകർ കൂടുതലാണെങ്കിൽ അക്സെപ്റ്റൻസ് റേഷ്യോ അടിസ്ഥാനത്തിൽ ആനുപാതികമായി മാത്രമേ നിങ്ങളുടെ ഓഹരികൾ സ്വീകരിക്കുകയുള്ളൂ. ബാക്കിയുള്ളവ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരും. കൂടാതെ ഈ വിൽപ്പനയിൽ നിന്നുള്ള ലാഭത്തിന് സാധാരണ പോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ബാധകമായിരിക്കും. നിലവിൽ വിപണിയിൽ മണപ്പുറം ഓഹരികൾക്ക് 260 രൂപയ്ക്ക് മുകളിൽ വിലയുള്ളപ്പോൾ 236 രൂപയുടെ ഓപ്പൺ ഓഫറിൽ പങ്കെടുക്കുന്നത് നിക്ഷേപകർക്ക് നഷ്ടമുണ്ടാക്കാൻ തന്നെയാണ് സാധ്യത. അതിനാൽ വിപണി വില 236 രൂപയ്ക്ക് താഴെ പോകുന്ന സാഹചര്യത്തിൽ മാത്രം ഓഫർ പ്രയോജനപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് നല്ലത്. നിലവിൽ മാർക്കറ്റ് വില 260 രൂപയ്ക്ക് മുകളിൽ നിൽക്കുന്നതിനാൽ 236 രൂപയ്ക്ക് ഓപ്പൺ ഓഫറിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ്. മണപ്പുറം ഫിനാൻസിന്റെ ടെക്നിക്കൽ ചാർട്ടുകൾ നിലവിൽ വളരെ പോസിറ്റീവായ ചില സൂചനകളാണ് നൽകുന്നത്. കഴിഞ്ഞ ഒരു മാസമായി നേരിട്ട 8% ഇടിവിൽ നിന്ന് ഓഹരി ഇപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ പ്രകടിപ്പിക്കുന്നുണ്ട്. 265 to 270 രൂപ എന്ന നിലവാരത്തിന് മുകളിൽ ഓഹരി സ്ഥിരത കൈവരിച്ചാൽ 285 to 300 രൂപ വരെ ലക്ഷ്യമിട്ടുള്ള ഒരു കുതിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹ്രസ്വകാല ചാർട്ടുകളിൽ ഓഹരി അതിന്റെ പ്രധാന മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലേക്ക് ഉയരുന്നത് വരും ദിവസങ്ങളിലും ബുള്ളിഷ് ട്രെൻഡ് തുടരാനുള്ള സാധ്യത നൽകുന്നുണ്ട്. കൂടാതെ RSI നിലവിൽ 50 to 60 റേഞ്ചിൽ തുടരുന്നത് ഓഹരിക്ക് ഇനിയും മുകളിലേക്ക് കയറാൻ ഇടമുണ്ടെന്ന് കാണിക്കുന്നു. ഇന്നത്തെ വ്യാപാരത്തിൽ ഉണ്ടായ വലിയ വോളിയം സ്പൈക്ക് വൻകിട നിക്ഷേപകർ ഓഹരി വാങ്ങിക്കൂട്ടിയതിന്റെ സൂചനയാണ്. ഇത് നിലവിലെ മുന്നേറ്റത്തിന് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ചാർട്ടുകൾ പ്രകാരം ഓഹരി ഇപ്പോൾ ഒരു മുന്നേറ്റത്തിന്റെ ഘട്ടത്തിലാണെങ്കിലും 236 രൂപ എന്ന ഓപ്പൺ ഓഫർ വിലയേക്കാൾ വളരെ മുകളിലാണ് നിലവിലെ മാർക്കറ്റ് വില എന്നത് നിക്ഷേപകർ പ്രത്യേകം ഓർക്കുക. ദീർഘകാല നിക്ഷേപകർക്ക് 250 to 255 രൂപ എന്നത് ശക്തമായ സപ്പോർട്ട് ലെവലായി ചാർട്ടുകളിൽ കണക്കാക്കാവുന്നതാണ്.